ഹലോ നമസ്കാരം, രഞ്ജിത്ത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു ബ്രാൻഡിനെ കുറിച്ചാണ്, ഒരു ബിയർ ബ്രാൻഡിനെ കുറിച്ച്. ബിയറൊക്കെ മിക്ക ആൾക്കാർക്കും പരിചയമുള്ള ഒരുപാട് ബ്രാൻഡുകൾ ഉണ്ടാവും. പ്രത്യേകിച്ചും കിങ്ഫിഷർ എന്നൊക്കെ പറഞ്ഞാൽ ബിയറിന് പര്യായമായി മാറിയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. അപ്പോൾ ഒരുപാട് കാലങ്ങളായിട്ട് സ്ഥിരമായി കാണുന്ന ഒരുപാട് ബ്രാൻഡുകൾ ഈ ബിയർ മാർക്കറ്റിലുണ്ട്. ഈ ബിയർ മാർക്കറ്റിനെ ഒന്ന് ഡിസ്റപ്റ്റ് ചെയ്യാം എന്ന് കരുതിയാണ് ഈ ഒരു പെർട്ടിക്കുലർ ബ്രാൻഡ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് എത്തുന്നത്. ഈ ബ്രാൻഡിൻ്റെ പേര് ബീര 91 എന്നായിരുന്നു. അപ്പോൾ ബീര എന്ന് പറയുമ്പോൾ തന്നെ ബിയറുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു പേര് കൂടിയാണ്. ബീര 91 അവരുടെ പൊസിഷനിങ്ങിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. സാധാരണഗതിയിൽ കാണുന്ന ഈ ക്ലട്ടേഡ് ആയിട്ടുള്ള ബിയർ ബ്രാൻഡുകളിൽ നിന്നൊന്ന് മാറി നിൽക്കുക എന്നുള്ളതായിരുന്നു ബീര 91ൻ്റെ ആദ്യത്തെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ അവർ വളരെ പ്ലേഫുൾ ആയിട്ടും ക്രിയേറ്റീവ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു ബ്രാൻഡിങ് സ്ട്രാറ്റജി സ്വീകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും ആദ്യം അവരെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. മാത്രമല്ല, ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത ഈ പ്രീമിയം ലാഗർ ബിയറുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പലതരത്തിലുള്ള ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് അവർ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ടാർഗറ്റ് ചെയ്തത് യൂത്തിനെയായിരുന്നു, പെർട്ടിക്കുലർലി അർബൻ യൂത്തിനെയായിരുന്നു. കുറച്ച് ക്രിയേറ്റിവിറ്റിയൊക്കെ ഇഷ്ടപ്പെടുന്ന, കുറച്ച് വ്യത്യസ്തമായിട്ട് ചിന്തിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന, പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന അർബൻ യൂത്തിനെ ഇവർ ടാർഗറ്റ് ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കലി ബീര ആളുകളുടെ ഇടയിൽ ഒരു ചർച്ചാ വിഷയമായിട്ട് മാറി. ഒപ്പം തന്നെ അവരുടെ ഒരു ടാഗ് ലൈൻ ഉണ്ടായിരുന്നു, ക്രാഫ്റ്റഡ് ഇൻ ഇന്ത്യ ഫോർ ദ എൻറ്റയർ വേൾഡ് എന്നുള്ള രീതിയിൽ. അതായത് ഇന്ത്യയിലാണ് ഉണ്ടാക്കുന്നത്, പക്ഷേ ലോകം മുഴുവൻ. അപ്പോൾ ഒരു ഇൻ്റർനാഷണൽ ടച്ച് കൂടി അവർക്ക് ഇതിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ എക്സൈറ്റ്മെൻറ്റ്. മാത്രമല്ല, ഇവരുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്ലേവേഴ്സും ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങി. ഇവരുടെ വീറ്റ് ബിയർ ഉണ്ടായിരുന്നു, വൈറ്റ് ബിയർ എന്ന് പറയുന്ന ഒരു സംഭവം. അതുപോലെ ഇവരുടെ സ്ട്രോങ് ആയിട്ടുള്ള ബിയർ അടിപൊളിയായിരുന്നു. ഇവരുടെ ലിമിറ്റഡ് എഡിഷൻ ബിയറുകൾ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ പലതരത്തിൽ ഇവർ ഇതിൽ മിക്സിങ്ങുകൾ കൊണ്ടുവന്നു, പലതരത്തിലുള്ള ഫ്ലേവേഴ്സ് കൊണ്ടുവരുന്നു. ആളുകൾക്ക് ഇത് വളരെയധികം ഇഷ്ടമായി തുടങ്ങി. ക്രിയേറ്റിവിറ്റി ഇഷ്ടപ്പെടുന്ന ആളുകൾ ബീര 91നെ ആശ്രയിച്ചു തുടങ്ങി. ശരിക്കും ഇവരുടെ ആ ഒരു ഫങ്കി ആയിട്ടുള്ള ഒരു മങ്കി ലോഗോ ഉണ്ടല്ലോ, അതായിരുന്നു ആദ്യം തന്നെ ആളുകളെ അട്രാക്ട് ചെയ്തൊരു സംഭവം. അപ്പം ശരിക്കും ഒരു മാസ്കറ്റ് അല്ലെങ്കിൽ ലോഗോ, അതിൻ്റെ ഒരു പൊസിഷനിങ്, ഏത് ടാർഗറ്റ് ഓഡിയൻസിനെയാണ് കറക്റ്റായിട്ട് അത് ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ബിയർ ഇൻഡസ്ട്രിയിലും വളരെ പ്രധാനമാണ് എന്നുള്ളത് കാണിച്ചു തന്നു. പണ്ട് കാലത്ത് ബിയർ ഇൻഡസ്ട്രി അങ്ങനെ ഒന്നും നോക്കിയിരുന്നില്ല. ഏതെങ്കിലുമൊക്കെ ബിയറുകൾ പടച്ചു വിടുന്നു, ആളുകൾക്ക് ഇത് അത്യാവശ്യമാണ് എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് ബ്രാൻഡ് ഒന്നും നോക്കാതെ തന്നെ ആളുകൾ ഉപയോഗിക്കുന്നു എന്നുള്ള കോൺസെപ്റ്റ് ആയിരുന്നു മുമ്പുണ്ടായിരുന്നത്. പക്ഷെ അതിനെ ഡിസ്റപ്റ്റ് ചെയ്യാണ് ബീര 91 ചെയ്തത്. നമ്മൾ ഇവരുടെ പല ഫേസുകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പലപ്പോഴും ബ്രാൻഡുകൾ വലുതാവുമ്പോൾ ആദ്യത്തെ ഫേസിലെ പോലെ ആയിരിക്കില്ല രണ്ടാമത്തെ ഫേസിൽ പോകുന്നത്. അപ്പം ശരിക്കും ഇതിൻ്റെ ഒരു ട്രാക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ പല ആൾക്കാർക്കും ഈ ബ്രാൻഡുകൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന പല ഓൺട്രപ്രണേഴ്സിനും വളരെ സഹായകരമായിരിക്കും. അപ്പോൾ ഏറ്റവും ആദ്യത്തെ ഫേസിൽ ഇവർ ചെയ്തത് ബെൽജിയത്തിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു ബിയർ എന്നുള്ളൊരു കോൺസെപ്റ്റിലായിരുന്നു. അപ്പോൾ ആളുകൾ ക്യൂരിയസ് ആയി, ബെൽജിയത്തിൽ നിന്ന് വരുന്ന ബിയറിന് എന്ത് വ്യത്യാസമാണ് ഉണ്ടാവുക എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ആളുകളിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശരിക്കും ഇത് സഹായിച്ചു എന്നുള്ളതാണ്. മാത്രമല്ല, ഡ്രാഫ്റ്റ് ബിയറായിട്ട് പബ്ബുകളിലാണ് ഏറ്റവും ആദ്യം വന്നത്. റീറ്റെയിലിങ്ങിലേക്ക് വരുന്നതിന് മുമ്പ് പബ്ബുകളിൽ ഈ സാധനം അവൈലബിൾ ആക്കി. എന്നിട്ട് പബ്ബുകളിൽ പോകുന്ന ആളുകളുടെ ഒരു ടെറൈൻ അറിയാമല്ലോ, ഒരു സ്റ്റൈൽ അറിയാമല്ലോ. ആ ഒരു സ്റ്റൈൽ വെച്ചിട്ട് ഇത് നല്ല രീതിയിൽ ആളുകളിലേക്ക് എത്തിച്ച് പെനട്രേറ്റ് ചെയ്യിപ്പിച്ചു. ബിയറിന് ഇഷ്ടമുള്ള ആളുകളിലേക്ക് പെനട്രേറ്റ് ചെയ്യിപ്പിച്ചതിന് ശേഷം മാത്രമാണ് പിന്നെ ഒരു റീറ്റെയിലിങ്ങിലേക്ക് പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ഫേസ് റീറ്റെയിലിംഗ് ആയിരുന്നില്ല, ആദ്യത്തെ ഫേസ് പബ്ബുകളായിരുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ ഫേസിലേക്ക് പോയപ്പോഴേക്കും ഇവർ ഫണ്ടിങ്ങിന് പോകാൻ തീരുമാനിച്ചു. സെക്വയ ക്യാപിറ്റൽ അടക്കമുള്ള വലിയ ഫണ്ടേഴ്സിൽ നിന്ന് ഫണ്ട് എടുത്തുകൊണ്ട് അടുത്ത ലെവലിലേക്ക് ഇവർ എക്സ്പാൻഡ് ചെയ്യാൻ തീരുമാനിക്കുകയാണ് രണ്ടാമത്തെ ഫേസിൽ വരുമ്പോൾ. അപ്പോൾ ആദ്യത്തെ ഫേസിൽ ശരിക്കും പറഞ്ഞാൽ ഒരു മിനിമം വയബിൾ പ്രൊജക്റ്റ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് അവർ ഉണ്ടാക്കിയെടുത്തു. എന്നിട്ട് ഫണ്ടിങ്ങിന് പോയി കൃത്യമായിട്ടുള്ള ഒരു പ്രൊജക്ഷനോടുകൂടി. എന്നിട്ട് അവർ പറഞ്ഞു, ഞങ്ങൾ UK-യിലേക്കും US-ലേക്കും ഏഷ്യയിലെ മറ്റു രാജ്യങ്ങളിലേക്കും എല്ലാം ഇത് വ്യാപിപ്പിക്കാനുള്ള പ്ലാൻ ഉണ്ട് എന്നുള്ള കൃത്യമായ പ്രൊജക്ഷൻ കാണിച്ചു കൊടുക്കുന്നു. അവർക്ക് ഫണ്ട് കൃത്യമായി ലഭ്യമാവുകയും ചെയ്യുന്നു. മൂന്നാമത്തെ ഫേസിലേക്ക് ആയപ്പോഴേക്കും, ഇപ്പോൾ രണ്ടാമത്തെ ഫേസിൽ ആക്ച്വലി ഇവർ മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല കോസ്റ്റായി. പല രീതിയിൽ ഇവർ മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്തു. പക്ഷേ മൂന്നാമത്തെ ഫേസിൽ ഒരു കാര്യം നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത്, മൂന്നാമത്തെ ഫേസിലായപ്പോഴേക്കും അവർ പ്രോഫിറ്റബിലിറ്റിയിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു തുടങ്ങി. ഏത് ഫ്ലേവേഴ്സാണ് കൂടുതൽ മൂവ് ചെയ്യുന്നതെന്ന് കൃത്യമായി അനലൈസ് ചെയ്തു തുടങ്ങി. ഡാറ്റ അനലിറ്റിക്സിൻ്റെ സഹായത്തോടു കൂടി ഈ ഫ്ലേവേഴ്സിനെയും അല്ലെങ്കിൽ ജോഗ്രഫിക്കൽ ഏരിയാസിനെയും ഒക്കെ അവർ കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യുകയും കൃത്യമായി പ്ലേസ് ചെയ്യുകയും ചെയ്തു തുടങ്ങി. അങ്ങനെ ഓട്ടോമാറ്റിക്കലി എവിടെയാണോ ബീരയ്ക്ക് കൂടുതൽ ആളുകളുള്ളത് അത്തരം സ്ഥലങ്ങളിലേക്ക് അവർ മാർക്കറ്റിങ്ങിൻ്റെ ഫോക്കസ് കൂടുതൽ കേന്ദ്രീകരിച്ച് തുടങ്ങി എന്നുള്ളതാണ്. ഇതിനേക്കാളൊക്കെ പുറമെ മൂന്നാമത്തെ ഫേസ് ആയപ്പോഴേക്കും അവർക്ക് ഒരു കാര്യത്തിൽ തീരുമാനമായി.
ഇത് ഒരു കൾച്ചർ സൃഷ്ടിക്കുന്ന, ഒരു പുതിയ തരത്തിലുള്ളൊരു കൾച്ചർ തന്നെ സൃഷ്ടിച്ചെടുക്കുന്ന ഒരു ബ്രാൻഡാക്കി മാറ്റുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയായിരിക്കണം ബീറ 91 വരുന്നത്. അപ്പോൾ ബീറ 91 ഒരു ബിയർ എന്നുള്ളതിനേക്കാൾ അപ്പുറത്തേക്ക് ഒരു കൾച്ചർ, ഒരു സംസ്കാരമായി അവർ കറക്റ്റായിട്ട് മാർക്കറ്റിംഗ് മെസ്സേജിലൂടെ പ്രതിഷ്ഠിക്കുകയാണ് ഉണ്ടായത്. എന്തൊക്കെയായിരിക്കും ബീറ 91 എന്ന് പറയുന്ന ബ്രാൻഡ് മാർക്കറ്റിൽ ക്ലിക്ക് ആവാനുള്ള കാരണങ്ങൾ എന്നുകൂടി നോക്കാം. ഏറ്റവും ആദ്യത്തെ കാരണമായി എനിക്ക് തോന്നുന്നത് റൈറ്റ് ടൈമിങ്ങിലായിരുന്നു അവർ മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്തതെന്നാണ്. പലപ്പോഴും പല ബ്രാൻഡുകളും എൻ്റർ ചെയ്യുന്ന ടൈമിംഗ് കറക്റ്റ് ആവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. മാർക്കറ്റിൽ പ്രത്യേകിച്ച് വെറൈറ്റി ഒന്നും ഇല്ലാതിരുന്ന ഒരു സമയത്ത് ബിയർ എന്നാൽ കിങ്ഫിഷർ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കുറച്ച് ബ്രാൻഡുകൾ മാത്രം മനസ്സിലേക്ക് വന്നിരുന്ന, പ്രത്യേകിച്ച് ഡിഫറൻഷിയേഷൻ ഒന്നും ഇല്ലാതിരുന്ന ഒരു സമയത്ത് ഡിഫറൻഷിയേഷനുമായി പെട്ടെന്ന് മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്തു എന്നുള്ളത് റൈറ്റ് ടൈമിംഗ് ആയിരുന്നു. അടുത്തത് ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള ടേസ്റ്റ് ആയിരുന്നു. ഏതാണ്ട് എല്ലാ ബീറുകളും ഏകദേശം ഒരുപോലെ ടേസ്റ്റ് ചെയ്തിരുന്ന സമയത്താണ് ബീര കുറച്ചും കൂടി ഒരു ഫ്രൂട്ടി സ്റ്റൈലിലുള്ള ഒരു ടേസ്റ്റുമായിട്ട് രംഗത്തേക്ക് വരുന്നത്. ഈ ബിയർ ആദ്യമായിട്ട് നുണയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം സാധാരണ ബിയറിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടണം എന്നുള്ളത് നിർബന്ധമില്ല. കാരണം പലപ്പോഴും ഒരേ ടേസ്റ്റ് ആയിരിക്കും, ഒരല്പം കയ്പൊക്കെ ഉണ്ടായിരിക്കും. അതേസമയം ഇതിനൊരു കുറച്ചൊരു ഫ്രൂട്ടി ഫീലും കൂടി വന്നപ്പോൾ സാധാരണ ആളുകൾ അല്ലെങ്കിൽ ഒക്കേഷണൽ ഡ്രിങ്കേഴ്സിനടക്കം ഇഷ്ടപ്പെടുന്ന തരത്തിലേക്ക് മാർക്കറ്റിനെ കുറച്ചുകൂടി വിപുലീകരിക്കാനും പുതിയ ഡ്രിങ്കേഴ്സിൻ്റെ ഇടയിൽ സ്വീകാര്യത ഉണ്ടാവാനും ഇവർക്ക് എളുപ്പമായി എന്നുള്ളതാണ്. അടുത്ത ഒരു വലിയ ഫാക്ടർ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബ്രാൻഡ് ഐഡൻറ്റിറ്റി എന്നുള്ളതാണ്. നമ്മളുടെ ആ ഒരു മങ്കി ലോഗോ വലിയൊരു ഐഡൻറ്റിറ്റി ആയിട്ട് ഒരു തവണ കണ്ടു കഴിഞ്ഞാൽ തന്നെ ആളുകളുടെ മനസ്സിലേക്ക് ഇടം പിടിക്കുന്ന തരത്തിൽ ബീറ 91 എന്ന് ഓർമ്മ വന്നില്ലെങ്കിൽ പോലും കൃത്യമായിട്ട് ആ മങ്കിയുടെ ഫേസ് നമ്മളുടെ മനസ്സിൽ ഇടിച്ച് കയറുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ടുള്ളൊരു ബ്രാൻഡ് ഐഡൻറ്റിറ്റി അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. അതുപോലെ കൾച്ചറൽ കണക്റ്റ്, ഞാൻ പറഞ്ഞല്ലോ ഈ ബിയർ എന്ന് പറയുന്നത് ഒരു കൾച്ചറുമായിട്ട് കണക്ട് ചെയ്യുന്ന തരത്തിലേക്ക് അവർ കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഇന്ത്യയിലെ പല ഫെസ്റ്റിവൽസുമായിട്ട്, മ്യൂസിക് ഷോസുമായിട്ട് ഒക്കെ കണക്ട് ചെയ്തുകൊണ്ട് ആ സമയത്ത് ഇത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ വലിയ മ്യൂസിക് ഷോസൊക്കെ നടക്കുന്ന സമയത്ത് ബീര അതിൻ്റെ ഒരു പാർട്ട്ണറായിട്ടൊക്കെ മാറുന്ന തരത്തിൽ ആർട്സിൻ്റെയും മ്യൂസിക്കിൻ്റെയും ഒക്കെ ഒരു ഭാഗമായി ബീര വരികയും ഇന്ത്യൻ കൾച്ചറിൻ്റെ സട്ടിലായിട്ടൊരു ഇന്ത്യൻ കൾച്ചറിനെ പ്രൊമോട്ട് ചെയ്യുന്ന തരത്തിലേക്ക് ബീര വരികയും ചെയ്യുന്നപ്പോൾ അത് കൾച്ചറിൻ്റെ ഒരു ഭാഗമായി മാറുകൂടി ചെയ്തു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നോൺ ആൽക്കഹോളിക് ബിവറേജസും കൂടി അവർ കൊണ്ടുവരികയും ഈ നോൺ ആൽക്കഹോളിക് ബിവറേജസ് സെഗ്മെൻറ്റിലേക്ക് കൂടി അവരുടെ മാർക്കറ്റിനെ വിപുലീകരിക്കാൻ അത് സഹായിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ലോ ആൽക്കഹോൾ സെഗ്മെൻറ്റിലേക്കും വന്നു. സാധാരണ കൂടുതൽ ആൽക്കഹോൾ കണ്ടൻറ്റ് ഉള്ള ബിയറിനേക്കാൾ ആൽക്കഹോൾ കണ്ടൻറ്റ് കുറഞ്ഞ ബിയറുകൾ ഇറക്കിക്കൊണ്ട് അവർ ആ ഒരു സെഗ്മെൻറ്റിലേക്കും കടന്നു വന്നു. ചുരുക്കി പറഞ്ഞാൽ അവർ ഓൾറെഡി ഉള്ള ബിയർ മാർക്കറ്റിനെ വീണ്ടും അവർ എക്സ്പാൻഡ് ചെയ്തെടുക്കാൻ കൂടി അവർക്ക് പറ്റി എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ശരിക്കും ബീരയെ നമ്മൾ പലരും പേടിച്ചിരുന്ന അല്ലെങ്കിൽ ഇറങ്ങാൻ പറ്റുമോ എന്ന് ആലോചിച്ചിരുന്ന ഒരു സെഗ്മെൻറ്റിനെ കീഴടക്കാനായിട്ട് സഹായിച്ചത്. ഇങ്ങനെ പല സെഗ്മെൻറ്റുകളും നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ഇതിലേക്കൊന്നും ഒരിക്കലും നമുക്ക് എൻ്റർ ചെയ്യാൻ പോലും പറ്റില്ല എന്ന് കരുതുന്ന സെഗ്മെൻറ്റുകൾ. ഈ സെഗ്മെൻറ്റുകളിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺ ബ്രാൻഡുമായിട്ട് കടന്നു ചെല്ലാം എന്നുള്ളത് ഞാൻ ഉറപ്പ് പറയുകയാണ്. ബീറ 91 ഒരു എക്സലൻറ്റ് എക്സാമ്പിളാണ്. ഓൾ ദ ബെസ്റ്റ്.